السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യപ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹാത്മ്യങ്ങളും അവിടുത്തെ കൈക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ വെളിപ്പെടുത്തിയിട്ടുള്ള അതിമഹത്തായ മുഅ്ജിസത്തുകളും അത്ഭുതങ്ങളും കുറേയേറെ ഇതിനകം നമ്മൾ കേൾക്കുകയുണ്ടായി. അവിടുത്തെ മുഅ്ജിസത്തുകൾ ധാരാളക്കണക്കിന് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. വിശദീകരിക്കപ്പെടുന്ന മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അതുമാത്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ സംഭവിച്ചവ എന്ന് വിചാരിക്കേണ്ടതില്ല. വളരെ പ്രാധാന്യപൂർവം അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായ ധാരാളം സംഭവങ്ങളുണ്ട്. അതിൽ നിന്ന് ചിലത് മാത്രമാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സഹാബിമാർക്ക് പല രൂപത്തിലുള്ള മുഅ്ജിസത്തുകളും അവർക്ക് കണ്ട് മനസ്സിലാക്കുവാൻ അവിടുത്തോടൊപ്പം ജീവിച്ച മഹാന്മാരായ സ്വഹാബത്തിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മുഅ്ജിസത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞങ്ങളായിരിക്കെ, ഒരു യാത്രയിലായിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം. അദ്ദേഹം പറയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു യാത്രയിലായിരിക്കെ ഫഅഖ്ബല ഇറാബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഐന തുരീദ്, എവിടേക്കാ പോകുന്നത്? എവിടേക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? ഖാല, ആ ഇറാബി പറഞ്ഞു, ഇലാ അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്. ഒരൽപ്പം ദൂരത്ത് നിന്ന് വന്ന ആ ഗ്രാമീണനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ ലക ഫീ ഖൈർ, നിനക്ക് ഞാൻ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ? ഖാല, അദ്ദേഹം തിരിച്ചു ചോദിച്ചു, വമാ ഹുവ, എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, തശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. നീ സാക്ഷ്യം വഹിക്കുകയാണ് വേണ്ടത്. നീ വളരെ കൃത്യമായി തന്നെ നീ സാക്ഷിയാവണം. എന്തിന്? അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരാരാധ്യനുമില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല,
വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, നിശ്ചയം മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും അവന്റെ ദൂതനുമാകുന്നു. ഇത് നീ സാക്ഷ്യം വഹിക്കുന്നതാണ് നിനക്ക് ഖൈറ്, ഇതാണ് ഏറ്റവും ഖൈറായ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗ്രാമീണനായ മനുഷ്യനോട് പറയുകയാണ്. ആ സന്ദർഭത്തിൽ ഈ അഅറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നു, വമൻ യശ്ഹദു അലാ മാ തഖൂൽ, താങ്കൾ ഈ പറയുന്നതിന് എന്താണ് തെളിവ്? താങ്കൾ ഈ പറയുന്നതിന് ആര് സാക്ഷി നിൽക്കും? നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിന് ആര് സാക്ഷി നിൽക്കും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹിസ് സലമ, അതായത് അവിടെ ആ മലഞ്ചെരുവിൽ അതല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉള്ള വൃക്ഷങ്ങളിൽപ്പെട്ട ഒരു വൃക്ഷത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദിഹിസ് സലമ, ഈ സലമത്ത് മരം, ഈ സലമത്ത് വൃക്ഷം ഞാൻ പറയുന്നത് സത്യമാണെന്ന് സാക്ഷ്യം വഹിക്കും. ഫദആഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയ ബിശാത്തിഇൽ വാദി, ആ പ്രദേശത്തെ താഴ്വരയുടെ ഒരു ഭാഗത്ത് നിൽക്കുന്ന വൃക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വിളിച്ചു. മരത്തെയാണ് വിളിക്കുന്നത്, വൃക്ഷത്തെയാണ് വിളിക്കുന്നത്. ഫഅഖബലത് തഖുദ്ദുൽ അർള ഖദ്ദാ ഹത്താ ഖാമത് ബൈന യദൈഹി, ആ മരം അവിടെ നിന്ന് ഇങ്ങോട്ട് ചലിച്ച് നടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വന്നു നിന്നു. ഫസ്തശ്ഹദഹാ സലാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് 3 തവണ സാക്ഷ്യം വഹിക്കാൻ പറഞ്ഞു. ഫശഹിദത് സലാസ, 3 തവണയും ഈ മരം സാക്ഷ്യം വഹിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഷഹാദത്ത് സത്യമാണെന്ന് സാക്ഷി പറഞ്ഞു. സുമ്മ റജഅത് ഇലാ മൻബതിഹാ, പിന്നീട് ആ വൃക്ഷം എവിടെയാണോ മുളച്ചു നിന്നിരുന്നത് അങ്ങോട്ട് തന്നെ അത് മടങ്ങിപ്പോയി. ഇത് അഅറാബി കാണുകയാണ്. വറജഅൽ അഅറാബിയു ഇലാ ഖൗമിഹി, ഈ ഇത് കണ്ട ഗ്രാമീണനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജനതയിലെ അരികിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഇനിത്തബഊനി അതൈതുക ബിഹിം വഇല്ലാ റജഅതു ഫകുൻതു മഅക, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്, അവരോട് ഞാൻ ഈ വിവരം പറയും, അവരെന്നെ അനുഗമിച്ച് എന്നെ പിന്തുടരുന്ന പക്ഷം ഞാൻ അവരെയും കൂട്ടി താങ്കളുടെ സമീപത്തേക്ക് വരുന്നതാണ്. വഇല്ലാ, ഇനി അവരാരും വന്നില്ലെങ്കിലോ റജഅതു, ഞാൻ മടങ്ങി വരും, ഫകുൻതു മഅക, ഞാൻ താങ്കളോടൊപ്പം ഉണ്ടാകും എന്ന ഗ്രാമീണനായ മനുഷ്യൻ. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഒരു വേള പലരുടെയും ഇസ്ലാം ആശ്ലേഷത്തിന് കാരണമായിട്ടുണ്ട്. പലർക്കും ഇസ്ലാമികമായ അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനങ്ങളാണ്. ചിലർക്ക് ചില പ്രത്യേകമായ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കൃത്യമായി നേർക്കുനേരെ അത്ഭുതങ്ങൾ കണ്ടിട്ടും ധിക്കാരികളായ മുരടിച്ച മനസ്സിന്റെ ഉടമകൾ പിന്നെയും അവരുടെ അവിശ്വാസത്തിൽ പിടിച്ചു നിന്നിട്ടുമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത്. ചന്ദ്രൻ 2 പിളർപ്പായി മാറിപ്പോകുന്ന കാഴ്ച അവിടെയുണ്ടായിരുന്ന മുശ്രിക്കുകളും നേതാക്കളും കണ്ടിട്ട് പോലും അവരിൽ അധിക പേരും അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? ഇത് വെറും മായാജാലമാണ്. അവരാ ദൃഷ്ടാന്തം കണ്ടിട്ടും സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും വിശ്വസിക്കാത്ത ഒരു സമൂഹം, അവരിൽ പലർക്കും പല അത്ഭുതങ്ങളും കണ്ടിട്ടും വിശ്വസിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖുള്ള പല നല്ല മനസ്സുകളും അത്ഭുതകരങ്ങളായ ചില പ്രത്യേകമായ മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ദൃശ്യമായപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുണ്ട്. ഈ സംഭവം സുനനുദ്ദാറമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അത്ഭുതമുണ്ടായ മറ്റൊന്ന്, വൃക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ മറ്റൊരത്ഭുതം സഹാബത്ത് പറയുന്നുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സഹാബിമാര് പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഒരു താഴ്വരയിൽ ഇറങ്ങി യാത്രാമധ്യേ ഒരു താഴ്വരയിൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾ വിശ്രമത്തിനിറങ്ങി. فذهب رسول الله صلى الله عليه وسلم يقضي حاجته, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരൽപ്പം ദൂരേക്ക് മാറിപ്പോയി. ഫത്തബഅതുഹു ബിദാവത്തിൻ മിൻ മാഇൻ,
ഞാനൊരു വെള്ളപാത്രവുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുഗമിച്ചു. അല്ലാഹുവിന്റെ റസൂല് ആവശ്യ നിർവഹണം കഴിഞ്ഞാൽ വൃത്തിയാക്കുവാനുള്ള ശുദ്ധജലവുമായി ഞാൻ പിന്നാലെ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം ജനങ്ങളിൽ നിന്ന് മാറി വിസർജനാവശ്യാർത്ഥം ആ താഴ്വരയിലൂടെ മുന്നോട്ട് അല്പം നീങ്ങിപ്പോയിരിക്കുകയാണ്. فنظر رسول الله صلى الله عليه وسلم فلم ير شيئا يستتر به. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ വിസർജനാവശ്യത്തിന് ഇരിക്കാൻ പറ്റുന്ന ഒരു മറ ആ വാദിയിൽ കാണുന്നില്ല. ഒരു മറ ഇഷ്ടപ്പെട്ടയിടത്ത് സൗകര്യപ്പെട്ടയിടത്ത് കാണുന്നില്ല. അങ്ങനെ ഒരു മറ കാണാതായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നാലുപാടും നോക്കിയപ്പോൾ ആ വാദിയുടെ രണ്ട് ഭാഗത്തായി കൊണ്ട് രണ്ട് വൃക്ഷങ്ങൾ അവിടുത്തെ ശ്രദ്ധയിൽപ്പെട്ടു. ഫൈദാ ശജറതാനി ബിശാതിൽ വാദി. ആ താഴ്വരയുടെ ഒരു ഭാഗത്ത് രണ്ട് മരങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് കാണുകയാണ്. ഫന്തലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ഇഹ്ദാഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ടിൽ ഒരു മരത്തിന്റെ അടുത്തേക്ക് പോയി. ഫഅഖദ ബിഗുസ്നിൻ മിൻ അഗ്സാനിഹാ. ആ മരത്തിന്റെ കൊമ്പങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് പറഞ്ഞു, ഇൻ ഖാദി അലയ്യ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ പോരൂ, നീ എന്നെ അനുസരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പിങ്ങനെ പിടിച്ചിങ്ങനെ വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നീ എനിക്ക് ഒതുങ്ങിത്തരൂ. ഫൻഖാദതു മഅഹു കൽബഈരിൽ മഖ്ശൂശ് അല്ലദി യുസാനിഉ ഖായിദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പ്രവാചകന്റെ കൂടെ ആ വൃക്ഷമത ഒരു മൂക്ക് കയറിട്ട ഒട്ടകത്തെ അതിനെ തെളിച്ചു കൊണ്ടുപോകുന്ന നായകൻ പിടിച്ചു പതുക്കെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അനുസരണയോടെ കൂടെ പോകുന്നത് പോലെ ഈ വൃക്ഷമത, ഈ മരമത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അതിനെയും കൊണ്ടാണ് പോയി. ഹത്താ തശജറത്തുൽ ഉഖറാ. അടുത്ത മരത്തിന്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഫഅഖദ ബിഗുസ്നിൻ മിൻ അഗ്സാനിഹാ. അതിൽ നിന്നും ഒരു കൊമ്പിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഫഖാല ഇൻ ഖാദി അലയ്യ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നീ എന്റെ കൂടെ പോരൂ. ഫൻഖാദതു മഅഹു കദാലിക. അതും കൂടെ പോന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിടത്തേക്ക് അവർ രണ്ടിനെയും കൊണ്ടുപോയി. ലഅമ ബൈനഹുമാ യഅനി ജമഅഹുമാ. ആ രണ്ട് വൃക്ഷങ്ങളെയും ആ രണ്ട് ചില്ലകൾ കൊമ്പുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് അവ രണ്ടിനോടും കൽപ്പിച്ചു, ഇൽതഇമാ അലയ്യ ബിഇദ്നില്ലാഹ്. ഇനി അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ രണ്ടുപേരും കൂട്ടിച്ചേർന്ന് നിൽക്കൂ, കൂടിച്ചേർന്ന് നിൽക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൽതഅമതാ. അത് രണ്ടും പ്രവാചകന്റെ മുമ്പിൽ ഒരു മറയായി തീരുവോളം ഒട്ടിച്ചേർന്ന് നിന്നു. സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനദാ അവിടുന്ന് വിളിച്ചപ്പോൾ വൃക്ഷം കൂടെ പോരുകയാണ്, കൊമ്പ് കൂടെ ചലിച്ചു പോരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ പൂർവമായ അത്ഭുതകരങ്ങളായ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിരുന്നു ഇത്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ നടന്ന അവിടുത്തെ ജീവിതത്തിലുണ്ടായ മറ്റൊരു സംഭവം. അതെ, പഴങ്ങൾ. ഇതിപ്പോ വൃക്ഷങ്ങൾ പ്രവാചകന്റെ വിളി കേട്ട് അനുസരിച്ചു എന്നാൽ മുഅ്ജിസത്താണ് ഇവിടെ സംഭവിച്ചതെങ്കിൽ, പഴക്കുലകൾ, ഫലങ്ങൾ പ്രവാചകന്റെ നിർദ്ദേശം മാനിക്കുന്നതായിട്ടാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം തിർമിദി അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജാഅ അഅറാബിയ്യുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു ഗ്രാമീണനായ മനുഷ്യൻ കടന്നു വന്നു. ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, ബിമാ അഅരിഫു അന്നക നബിയ്യുൻ. താങ്കൾ ഒരു പ്രവാചകനാണ്, താങ്കൾ ഒരു ദൈവിക പ്രവാചകനാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? എനിക്കതിനെന്താ തെളിവ്? ഞാൻ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അല്ലാഹു തോന്നിപ്പിക്കുന്നതനുസരിച്ചാണല്ലോ പ്രവാചകനെല്ലാം ചോദിക്കുന്നത്. അവിടുന്ന് ആ അഅറാബിയോട് ചോദിക്കുകയാണ്, ഇൻ ദഅഉതു ഹാദൽ ഇദ്ഖ മിൻ ഹാദിഹി നഖ്ല അതശ്ഹദു അന്നി റസൂലുള്ളാഹ്. ഇൻ ദഅഉതു ഹാദൽ ഇദ്ഖ മിൻ ഹാദിഹി നഖ്ല. ഈ നിൽക്കുന്ന ഈത്തപ്പന മരത്തിൽ നിന്ന് അതിലെ ഈത്തപ്പനയുടെ കുലയെ ഞാൻ വിളിച്ചാൽ അതെന്റെ അടുത്തേക്ക് വരുമെങ്കിൽ അതശ്ഹദു അന്നി റസൂലുള്ളാഹ്,
ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുമോ? ഫദഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ ഈത്തപ്പനയുടെ മുകളിലേക്ക് ചൂണ്ടിയിട്ട് അതിനെ ഇങ്ങനെ വിളിച്ചു. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഈത്തപ്പന കുലയോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഫജഅല ഈത്തപ്പഴക്കുല യൻസിലു മിനൻ നഖ്ല, ആ ഈന്തപ്പനയിൽ നിന്ന് അതാ ആ ഫലം അതല്ലെങ്കിൽ ആ ഈത്തപ്പഴങ്ങളുടെ കുല ഒന്നാകെ താഴോട്ട് ഇറങ്ങി വരുന്നു. ഹത്താ സഖത ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് അത് വന്ന് വീഴുകയാണ്. സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി, മടങ്ങിപ്പോയിക്കോ. ഫആദ, തൽസ്ഥാനത്തേക്ക് തന്നെ പഴക്കുല തിരിച്ചുപോയി അവിടെ നിൽക്കുകയാണ്. ഫഅസ്ലമൽ അഅറാബി, ആ ഗ്രാമീണനായ മനുഷ്യൻ അത് കണ്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങളെ, വൃക്ഷങ്ങളിലൂടെ ഉണ്ടായ ചില അത്ഭുതങ്ങളിൽ, ഒട്ടേറെ അത്ഭുതങ്ങളിൽ ചിലതാണ് കേട്ടത്. പഴക്കുലകളോട് സംസാരിച്ചപ്പോൾ അതല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ട് താഴെ വീണ് തിരിച്ചുപോയ സംഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതൊക്കെയും പ്രവാചക മുഅ്ജിസത്തുകൾ രേഖപ്പെടുത്തിയ ധാരാളക്കണക്കിന് സംഭവങ്ങളുണ്ട്. ഒരുപാടുള്ളവയിൽ നിന്ന് അല്പം മാത്രമാണ് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ തങ്ങി നിൽക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത്. എത്രത്തോളം മഹത്വമുള്ള നേതാവായിരുന്നു, എത്രത്തോളം അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള പ്രത്യേകമായ തെളിവുകളാണ് ഇതെല്ലാം. ഇനിയും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നും സഹാബിമാരും നിൽക്കുമ്പോഴുണ്ടായ ഒരു രംഗം. അവിടുന്ന് ഉഹദ് മലയോട് സംസാരിച്ച ഒരവസരം, ഉഹദ് പർവ്വതത്തോട് അവിടുന്ന് സംസാരിച്ച ഒരനുഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അലൈഹി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, സഅദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉഹദ് മലയുടെ മുകളിൽ കയറി. ഉഹദ് പർവ്വതത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. വമഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ അന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ അവർ ആ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കെ ഫറജഫ ബിഹിം, മലയൊന്ന് കുലുങ്ങി. ഉഹദ് മലയൊന്ന് വിറച്ചു, ഒന്ന് കുലുങ്ങി. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലുകൊണ്ട് പർവ്വതത്തിൽ ഇങ്ങനെ പതുക്കെ തട്ടി, കാലുകൊണ്ട് ഇങ്ങനെ ആ ഉഹദ് മലയുടെ മുകളിൽ അവിടെ നിന്നുകൊണ്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് പറഞ്ഞു, ഉഹദേ ചലിക്കരുത്, അടങ്ങ്. ഉസ്കുൻ എന്ന് വേറെ ചില റിപ്പോർട്ടിൽ കാണാം, അടങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫമാ അലൈക ഇല്ലാ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി, റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. നിന്റെ മുകളിൽ നിൽക്കുന്നത് ആരെന്ന് നിനക്കറിയാമോ? നീ ഇങ്ങനെ കുലുങ്ങരുത്. നിന്റെ മുകളിൽ നിൽക്കുന്നവർ ആരൊക്കെയാണെന്നറിയാമോ? ഫമാ അലൈക, നിന്റെ മുകളിൽ ഇല്ലാ നബിയ്യുൻ, ഒരു പ്രവാചകനല്ലാതെ, വസിദ്ദീഖുൻ, ഒരു സിദ്ദീഖുമല്ലാതെ, വശഹീദാനി, രണ്ട് ഷഹീദുകളുമാണ് ഈ മലയുടെ മുകളിൽ നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ സംഭവത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഒക്കെ അവർ നാലാളും നിൽക്കുന്ന സമയത്താണ് മലയൊന്ന് വിറക്കുന്നത്. അടങ്ങാൻ പറയുന്നു മലയോട്, അടങ്ങാൻ പറയുന്നു പർവ്വതത്തോട്. തീർന്നില്ല, ശേഷം പറഞ്ഞ വാചകങ്ങൾ ഈ ഒരൊറ്റ ഹദീസിൽ തന്നെ വലിയ അത്ഭുതമാണ്. ഒന്ന്, ഉഹദ് മലയോട് അടങ്ങാൻ പറഞ്ഞപ്പോൾ മല അടങ്ങുന്നു, ആ മലയുടെ തുള്ളൽ നിൽക്കുന്നു, ഇതിന്റെ ചലനം നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഒരു പ്രവചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കില്ല. അവിടുത്തെ കഥ ഭാവിയിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ കൂടി അവിടെ പ്രവചിച്ചിരിക്കുകയാണ്. മലയോട് പറഞ്ഞു, നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒന്ന് നബിയാണ്. ആരെയാണ് ഉദ്ദേശിച്ചത്?
തന്നെയാണ് അവിടുന്ന് അഷ്റഫുൽ വറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. രണ്ടാമത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പരിചയപ്പെടുത്തിയത്? വസിദ്ദീഖ്, നിന്റെ കൂടെ നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒന്ന് സിദ്ദീഖാണ്, സത്യസന്ധനായ അബൂബക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനപ്പേര് നൽകിക്കൊണ്ട് ആദരിച്ച, എന്തിനേയും ലോകം മുഴുവനും പലരും അതേ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഉണ്ടായ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു എന്തിനേയും വിശ്വസിച്ച് അംഗീകരിക്കുന്ന മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ അവിടത്തേക്ക് കൊടുത്ത ഒരു സ്ഥാനപ്പേരായിരുന്നു സിദ്ദീഖ്, എല്ലാം അംഗീകരിക്കുന്ന സത്യസന്ധനായ മനുഷ്യൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ അത്ഭുതം നോക്കൂ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പർവതത്തിന്റെ മുകളിലുണ്ട് എന്ന് എങ്ങനെയാ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഉസ്മാനി പർവതത്തിന്റെ മുകളിലുണ്ട് എന്ന് എങ്ങനെയാ പറഞ്ഞത്? ഷഹീദാനി, രണ്ട് ശുഹദാക്കൾ ഇതാ നിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. എന്താ ഷഹീദ് എന്ന് പറഞ്ഞാൽ? ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതേ വധിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന മഹാന്മാരാണല്ലോ ഷഹീദുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 ചില്ലാനും വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. അതിന്റെയും ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലത്തോളം ഭരണം നടത്തിയിട്ടുണ്ട്. ആ ഭരണവും കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം, അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂല് എങ്ങനെയാകുമെന്ന മുൻകൂട്ടി പ്രവചനമാണ്. ഷഹീദായിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താവുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഷഹീദ് എന്ന് പറഞ്ഞില്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സ്വാഭാവിക മരണമാണ് മരണപ്പെട്ടത്. മഹാനവറുകൾ ആരുടെയും കുത്തുകൊണ്ടിട്ടോ വെട്ടുകൊണ്ടിട്ടോ യുദ്ധരംഗത്ത് നിന്നോ മരിച്ചു വീണതല്ല. മഹാനവറുകൾ സ്വാഭാവികമായ ഒരു വഫാത്താണ് വഫാത്തായി പോയത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അതേ അവസരത്തിൽ നമുക്കറിയാം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ശേഷം അവസാനം ഹിജറ 35 വഫാത്തായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 2 പേരുടെയും മരണം സ്വാഭാവിക മരണമാവില്ല. അവർ ഷഹീദുകളായിട്ടാണ് മരിക്കുക. ശത്രുക്കളുടെ കരങ്ങൾ മുഖേനയായിരിക്കും അവരുടെ മരണം സംഭവിക്കുക എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ച് പ്രവചിച്ചിരിക്കുന്നത്. നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വാഭാവിക മരണം സംഭവിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം, ആ ചരിത്രം വളരെ വിശാലമാണ്. ഞാൻ ചില സൂചനകൾ മാത്രം നൽകി ചുരുക്കി പറയുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലം 10 ചില്ലാനും വർഷങ്ങൾ പിന്നിട്ട് മഹാനവറുകൾ അതാ ഒരു ഹജ്ജും കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തിയിട്ട് ഒരു ദുൽഹജ്ജ് 27-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യാണ്? രാവിലെ എല്ലാവരെയും വിളിച്ചുണർത്തി പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് എത്തി. ഉറങ്ങുന്നവരെയൊക്കെ വിളിച്ചുണർത്തി, തന്റെ ശ്രദ്ധയിൽപ്പെടുന്നവരെയൊക്കെ വിളിച്ചുണർത്തി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിക്കാൻ, ഫജ്ർ നിസ്കരിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സഫ് ശരിയാക്കി മഹാനവറുകൾ സഫിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു പതിവുണ്ട്. ഇവിടുത്തെ കയ്യിൽ ഒരു ചെറിയ കുറുവടി ഉണ്ടാകും. അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നോക്കും, എല്ലാവരോടും പറയും സഫ് ശരിയാക്കണം. എന്നിട്ട് ആരെങ്കിലും മുന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിലുള്ള ഈ കുറുവടി കൊണ്ട് മഹാനവറുകൾ പതുക്കെ തട്ടും. വയറൊന്ന് പിന്നിലേക്ക് നിൽക്ക്, ഒന്നിങ്ങോട്ട് കയറി നിൽക്ക്. ഇങ്ങനെ നടന്നു സഫ് ശരിയാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പഠിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഫ് ശരിയാക്കുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയുണ്ടായിരുന്നു. മരണം സംഭവിക്കുന്ന അവിടുത്തെ അവസാനത്തെ ആ ഫജ്ർ, പള്ളിയിൽ വന്നിട്ടുള്ള ആ ഫജ്ർ നിസ്കാരത്തിന്റെ വേളയിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുൽഹജ്ജ് 27-ന്റെ അവസാനത്തെ ആ ദിവസം അതേ ഫജ്ർ നമസ്കാരത്തിന് ജനങ്ങളോടൊക്കെ സഫ് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞ് നിസ്കാരം ആരംഭിക്കാൻ പോവുകയാണ്. നമസ്കാരം ആരംഭിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് പള്ളിയിൽ ഇരുട്ടത്തി എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്ന ഒരു ശത്രു മഹാനവറുകളുടെ നേരേക്ക് ചാടി വീഴുകയാണ്. റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ചാടി വീണു. അയാളുടെ കൈകളിൽ ഇരുതല മൂർച്ചയുള്ള കഠാരയുണ്ട്. അത് ഒളിപ്പിച്ചു വെച്ച്, ആ കഠാര ഒളിപ്പിച്ചു വെച്ചയാൾ എപ്പോഴോ പള്ളിയിൽ കയറി ഇരിപ്പുണ്ട്. നമുക്കറിയാമെന്ന് ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമല്ല മദീനത്തെ പള്ളി.
ഇന്ന് കാണുന്ന വൈദ്യുത ട്യൂബുകളും ആ രൂപത്തിലുള്ള വെളിച്ചങ്ങളും ഉള്ളതല്ല അന്ന് മദീനത്തെ പള്ളി. ഇരുട്ടുള്ള പള്ളിയിൽ അവിടെ എവിടെയായി മുനിഞ്ഞു കത്തുന്ന ചില റാന്തൽ വിളക്കുകളെ പോലെ ഉള്ള ഒരു നേരിയ പ്രകാശമാണ് ഉണ്ടാവുക. ശത്രു ഇത് മുതലെടുത്തിട്ടുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമയത്ത് മെഹ്റാബിലെത്തുന്നതും കാത്തിട്ട് എവിടെയോ ഇരുളിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ് ഈ പേർഷ്യക്കാരനായ അബൂ ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ. ശത്രു അയാൾ അഗ്നി ആരാധകനാണ്, അയാൾ മുസ്ലിമല്ല, അയാൾ കാഫിറാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പേർഷ്യ ജയിച്ചടക്കിയിട്ട് പേർഷ്യയിലെ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിക്കാൻ അവിടുത്തെ പടയോട്ടം നിമിത്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ പേർഷ്യയിലെ പല പ്രമാണിമാരുടെയും അധികാര കസേരകൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക ദഅവത്തിലൂടെ തട്ടിത്തെറിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സുകളിൽ അധികാരം നഷ്ടപ്പെട്ട, അധികാരം മൂത്ത ആ വർഗത്തിന്റെ മനസ്സിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള രോഷം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട്. അവരേർപ്പാട് ചെയ്തതാണ് പേർഷ്യക്കാരനായ ഒരു തീനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മജൂസിയായ അബൂ ലുഅത്ത് എന്ന് പറയുന്ന മനുഷ്യനെ അവരേർപ്പാട് ചെയ്തതാണ്. അങ്ങനെ ഈ മനുഷ്യൻ ഒളിഞ്ഞു കാത്തിരിക്കുകയാണ്. റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുമ്പോഴേക്കതാ ഇരുതല മൂർച്ചയുള്ള കഠാര കൊണ്ട് റളിയല്ലാഹു അൻഹുവിനെ കുത്തി. വയറ്റത്താണ് കുത്ത്. ഒന്നാമത്തെ കുത്ത് വീണ്ടും വീണ്ടും കുത്തുകയാണ്. മൂന്നാമത്തെ കുത്ത് അത് മാരകമായിരുന്നു എന്നാണ്. പൊക്കിളിന്റെ താഴെ കൊടൽമാലകൾ പുറത്തേക്ക് ചാടുന്ന നിലക്കുള്ള ശക്തമായ കുത്തി വലിക്കുകയാണ്, കുത്തി കീറുകയാണ് അവിടുത്തെ കുടൽമാലകൾ വിളർത്ത. ആ കുത്ത് മാരകമായ ഒരു കുത്തായിരുന്നു. റളിയല്ലാഹു തആല അൻഹു നിരത്തു വീണു, രക്തം ചീറ്റി ഒഴുകുകയാണ്. ആളുകളൊക്കെ പെട്ടെന്ന് അവരുടെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിയിട്ട് ഘാതകനെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോ അവൻ ഉറപ്പായി താൻ പിടിക്കപ്പെടുമെന്ന് അബൂ ലുഅത്ത് എന്ന് പറയുന്ന ശത്രുവിന് ബോധ്യമായപ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കഠാര കൊണ്ട് അവൻ സ്വയം തന്നെ കുത്തി അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. പിടുത്തം കൊടുത്താൽ അവൻ അറിയാം എന്താണ് സംഭവിക്കുക എന്ന്. അതുകൊണ്ട് അവൻ തന്നെ കുത്തി. ആ കുത്തുന്നതിന്റെ മുമ്പ് അവനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹാബിമാരിൽ 12ഓളം പേരെ അവൻ ആ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അവസാനം അവൻ സ്വയം തന്നെ കുത്തിയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. ജനങ്ങളൊക്കെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വീണതും ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ് പള്ളിയിൽ. ആ സമയത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ആളുകളൊക്കെ എന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇതാ ഫജ്റിന്റെ നമസ്കാരം പാഴായി പോകുമല്ലോ, എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് മുഖേന ഈ പള്ളിയിലെ ജമാഅത്ത് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ലാത്ത മദീനയിലെ മസ്ജിദിലെ ജമാഅത്ത് ഉമറിന് എന്തെങ്കിലും സംഭവിച്ചു എന്ന പേരിൽ, ഉമറിനെ പരിചരിക്കാൻ വേണ്ടി ആളുകൾ ശ്രദ്ധിക്കുന്നതിന്റെ പേരിൽ മുടങ്ങാതെ ഇവിടെ നടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലെ ഒരു ജമാഅത്ത് നഷ്ടമാകാൻ പാടില്ല. വേദന കടിച്ചമർത്തി മുറിപ്പാടിൽ കൈവിരലുകൾ കൊണ്ട് പൊത്തിപ്പിടിച്ച് അതേ പുറത്തേക്ക് ചാടിയ കുടൽമാലകൾ ഉള്ളിലേക്ക് തള്ളിപ്പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, പെട്ടെന്ന് ഇമാമത്ത് നിൽക്കൂ, വേഗം നിസ്കരിക്കൂ ആളുകളെയും കൊണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വേദനയിൽ കിടക്കുമ്പോഴും അതേ ജമാഅത്ത് നഷ്ടമാകരുത്, തന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് ഇവിടെ നടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം മുടങ്ങി പോകരുത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയാണ് തന്റെ സ്ഥാനത്ത്. മഹാനവറുകൾ പെട്ടെന്ന് ചെറിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് ജനങ്ങളെയും കൊണ്ട് പെട്ടെന്ന് നമസ്കരിക്കുകയാണ്. ആ സമയത്ത് റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി കിടക്കുകയാണ്. നിസ്കാരം കഴിയുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞു റളിയല്ലാഹു അൻഹു ബോധം കെട്ടിട്ടുണ്ട്, ബോധരഹിതനാണ്. പക്ഷേ ഏതവസ്ഥയിലും മഹാനവറുകൾ നിസ്കാരമെന്ന് കേട്ടാൽ ജീവനുണ്ടെങ്കിൽ അദ്ദേഹം എഴുന്നേൽക്കും എന്ന് പറഞ്ഞപ്പോ ആരോ വിളിച്ചു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിസ്കാരം എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് ആ മുറിപ്പാടുകൾ രക്തം ചീറ്റി ഒഴുകുന്നുണ്ട്. മഹാനവറുകൾ നിന്നുകൊണ്ട് പെട്ടെന്ന് സുബഹി നമസ്കരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ മഹാനവറുകളെ കൊല്ലുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുത്തുകൊണ്ടിട്ട് വീണ് കിടക്കുമ്പോ അവരെ വാരിക്കോരി താങ്ങിയെടുക്കാൻ വേണ്ടി അന്നത്തെ പള്ളിയിലെ ജമാഅത്തിന് സുബഹി നമസ്കാരത്തിന് പ്രിയപ്പെട്ട ഭാര്യയായ ആതിക റളിയല്ലാഹു അൻഹവരെ അന്ന് പള്ളിയിലുണ്ട്. അവരെ വാരിക്കോരി താങ്ങിയെടുത്ത് കൊണ്ടുപോയവരിൽ മകനായ അബ്ദുള്ളയുണ്ട്, ഭാര്യയായ
ആതിക റളിയല്ലാഹു അൻഹയുണ്ട്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ അരിമ ശിഷ്യനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാർത്ത കേട്ട് വീട്ടിൽ നിന്ന് ഓടി വന്നതല്ല. മഹദിയായ ആതിക റളിയല്ലാഹു അൻഹ ആ ദിവസത്തെ ഫജ്ർ നിസ്കരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ ജമാഅത്തായി നിസ്കരിക്കാൻ അവരന്ന് പള്ളിയിൽ ഹാദിറത്തായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഒരു മാരകമായ കുത്തിന്റെ പേരിൽ ആ പരിക്ക് പറ്റിക്കൊണ്ട് മഹാനവറുകൾ വഫാത്താവുകയായിരുന്നു. റളിയല്ലാഹു അൻഹു ചോദിച്ചറിഞ്ഞു, മരണത്തിന്റെ മുമ്പ് ചോദിച്ചറിഞ്ഞു, ആരാണ് എന്നെ കുത്തിയത്, ആരാണ് എന്നെ ആക്രമിച്ചത്? സഹാബിമാരെല്ലാവരും പറഞ്ഞു, ഇന്ന വ്യക്തിയാണ്, അഗ്നിയെ ആരാധിക്കുന്ന അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയാണ് താങ്കളെ കുത്തിയത്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കരം കൊണ്ടായില്ലല്ലോ എന്റെ മരണം, ഞാനതിൽ സന്തോഷിക്കുന്നു എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം അങ്ങനെ ഷഹീദായി കൊണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തിക്കൊന്ന ആ ഘാതകന്റെ പേര് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? അതെ, അത്രയും ദുഷിച്ച ദുഷ്ടനായ ഒരു മനുഷ്യൻ, ലോകത്തിന് നീതി എന്തെന്ന് പഠിപ്പിച്ച മഹാനായ ഉമറിന്റെ ഭരണം വന്നെങ്കിൽ എന്ന് അമുസ്ലിമീങ്ങൾ പോലും കൊതിച്ച നീതിയുടെ പര്യായമായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിമലർത്തിയ ആ അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, നീചൻ, ഇന്ന് പലർക്കും പ്രിയപ്പെട്ടവനാണ്. ഇന്ന് പലർക്കും അയാൾ പൂജ്യനാണ്, സംപൂജ്യനാണ്. അയാളെ ഇന്ന് പലരും ബഹുമാനിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ്, മുസ്ലിം സമൂഹത്തിൽ പോലും അയാളെ ഇന്ന് ബഹുമാനിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തി പറയുകയല്ല. ഇയാളുടെ കബറ് കെട്ടിപ്പടുത്തുകൊണ്ട് പട്ടുമൂടിയിട്ട് പൂക്കളെറിഞ്ഞുകൊണ്ട് അയാളെ വിളിച്ച് തേടി അയാളുടെ കബറിനരികിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് ആ കബർ ഇന്നും പലരുടെയും സന്ദർശന കേന്ദ്രമാണ്. അയാള് ആ പണി ചെയ്ത ദിവസം അയാളെ പറ്റിയുള്ള സന്തോഷത്തിന്റെ ദിവസമായിട്ടാ കാണുന്നത്. പ്രത്യേകമായ സ്ഥാന പേരുകൾ വരെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിമലർത്തിയ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. ധീരത പ്രകടിപ്പിച്ചവൻ എന്ന്. ഇസ്ലാമിക സൊസൈറ്റിയിൽ നിന്ന് ഇതിലും തട്ടിത്തെറിപ്പിച്ച് പഴച്ചു പോയിട്ടുള്ള പല കക്ഷികളും ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശദവിവരം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഖബറു അബീ ലുഅ്ലുഅത്തിൽ മജൂസി എന്ന് നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് അടിച്ചു നോക്കിയാൽ മതി. ഖബറു അബീ ലുഅ്ലുഅത്തിൽ മജൂസി കാണാം. നിങ്ങൾക്ക് ആ ഖബറിന്റെ ഫോട്ടോ കാണാം. ഇതിന്റെ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നവരെ കാണാം. പട്ടിട്ട് പൂവിട്ട് മൂടിയ ഖബറൊന്നും കാണാം. മഹാനായ നമ്മുടെ നേതാവിനെ കുത്തി മലർത്തിയ ആ നീച്ചനെ അതേ വളരെയേറെ ആദരിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഭവം നടന്ന ദിവസത്തെ വലിയ ആഘോഷമായി കാണുന്ന പഴച്ച കക്ഷികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, സാന്ദർഭികമായി പറഞ്ഞതാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം ഷഹീദായി കൊണ്ടായിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചത്. വമാ യൻതിഖു അനിൽ ഹവാ, സ്വദേശപ്രകാരം സംസാരിക്കുന്നയാളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അവിടുത്തേക്ക് നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവിടുന്ന് സംസാരിക്കുകയില്ല. അതെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യം അങ്ങനെയല്ലേ ഉണ്ടായത്. അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെയും കാര്യം അങ്ങനെയാണ് സംഭവിച്ചത്. മഹാനവറുകൾ മദീനയിൽ അവിടുത്തെ അവസാന ദിവസങ്ങൾ വളരെയേറെ വേദനയുളവാക്കുന്ന രംഗങ്ങളായിരുന്നു. നാം മനസ്സിലാക്കണം, ഇസ്ലാമിക സമൂഹത്തിൽ നമ്മുടെ മുൻഗാമികളായ ഖലീഫമാരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് ഫിത്നകൾക്ക് അവർ വിധേയരായിട്ടുണ്ട്. ഒരുപാട് ദുരാരോപണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട്. അവരെ കുറിച്ച് ശത്രുക്കൾ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെ കൊല്ലുന്നിടത്ത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 40 ദിവസം മഹാനവറുകളുടെ വീട് വളയുകയാണ് ശത്രുക്കൾ. ആരാ ശത്രുക്കൾ? മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. അതെ, ഇസ്ലാമിന്റെ ആശയാദർശങ്ങളിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് പഴച്ചുപോയ ഖവാരിജുകൾ എന്ന് പറയുന്ന ടീം. ആ ഖവാരിജുകളിൽപ്പെട്ട ആളുകൾ ഹിജ്റ 35-ാമത്തെ വർഷം ദുൽഹജ്ജ് 18-ന്റെ അന്ന്, അതെ, ഒരു വെള്ളിയാഴ്ച, അതിന്റെ മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു താമസിക്കുന്ന വീടിന്റെ ചുറ്റും ഇവരിങ്ങനെ ഉപരോധം തീർത്തിട്ടുണ്ട്. മഹാനവറുകൾക്ക് പുറത്തു പോകാൻ വരെ അനുവാദമില്ല. പലപ്പോഴും വെള്ളം വരെ മുടക്കുന്ന അവസ്ഥയുണ്ടായി. മഹാനവറുകൾ പറഞ്ഞു, ആരാരും സഹായത്തിനില്ലാത്ത ഒരു കാലത്ത്
ഈ കിണർ സംഭാവന ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്കെങ്കിലും ഇതിൽ നിന്ന് വെള്ളമെടുക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു നോക്കി. ഇല്ല, അവിടുത്തേക്ക് കൊണ്ടുപോകുന്ന വെള്ളപാത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്ന ദുരനുഭവം വരെ അവിടുത്തേക്കുണ്ടായി. മഹാനവറുകൾക്ക് വീട്ടിലുണ്ടായിരുന്ന പാറാവുകാരെ ശത്രുക്കൾ കയറി കീഴടക്കി. അവിടുന്ന് താമസിക്കുന്ന വീടിന് തീവച്ചു, വാതിലിന് തീവച്ചു, വാതിൽ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പാറാവിനിരുന്ന ആളുകളെയൊക്കെ കീഴടക്കി. അകത്തേക്ക് ശത്രുക്കൾ ഇരച്ച് കയറുകയാണ്. ഒരാൾ അവിടുത്തെ താടിക്ക് പിടിച്ചു, താടി രോമങ്ങൾ പിടിച്ചു പറിച്ചു, ഈത്തപ്പനപ്പട്ടയുടെ മുട്ടികൊണ്ട് തലക്കടിച്ചു. രക്തം ചീറ്റുകയാണ്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൂക്കുറ്റി പോലെ ചീറ്റുകയാണ് മുസ്ഹഫിലേക്ക്. പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് മഹാനവറുകളെ താടിക്ക് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അവിടുത്തെ വെട്ടി കൊലപ്പെടുത്തുന്നത്. ഈ സമയത്ത് പത്നിയായ അവിടുത്തെ ഭാര്യയായ നായിലത്ത് റളിയല്ലാഹു അൻഹ തടുക്കാൻ ശ്രമിച്ചു. കലാപകാരികൾ അവരെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. മറ്റൊരാൾ വന്നുകൊണ്ട് വീണ്ടും വാളുകൊണ്ട് വെട്ടാനൊരുങ്ങിയപ്പോൾ ഭാര്യയായ നായില റളിയല്ലാഹു അൻഹ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ അങ്ങ് വീഴുകയാണ്. കൊള്ളുകയാണെങ്കിൽ വെട്ട് തന്റെ ശരീരത്തിൽ കൊള്ളട്ടെ എന്ന നിലയ്ക്ക് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഭാര്യയായ നായില റളിയല്ലാഹു അൻഹ പ്രതിരോധിച്ചെങ്കിലും അവരുടെ വിരലുകൾ അവർ വെട്ടിമുറിക്കുകയാണ് ചെയ്തത്. നായിലത്ത് റളിയല്ലാഹു അൻഹ രണ്ട് കൈയുടെ വിരലുകൾ മുറിച്ചു കളഞ്ഞു. ഒന്നും ഇനി തടുക്കാനും പിടിക്കാനും വയ്യാത്ത നിലക്ക് ഭർത്താവിന്റെ ജീവൻ അവർക്ക് രക്ഷിക്കാനായില്ല. ആ സമയം മുതലെടുത്തുകൊണ്ട് മറ്റൊരാൾ വന്ന് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കയറിയിരുന്നു കൊണ്ട് തുരുതുരാ കുത്തി അവിടുത്തെ ഷഹീദാക്കുകയാണ്. അവിടുന്ന് ഈ ലോകത്തോട് വട പറഞ്ഞത് അങ്ങനെയാണ്. അതേ, ചരിത്രം വളരെ സുദീർഘമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ ഈ നാലാളും കൂടി നിൽക്കുന്ന നേരത്താണ് പ്രവചിക്കുന്നത്, ഉഹദ് മലയെ അടങ്ങൂ, നിന്റെ മുകളിൽ നിൽക്കുന്നത് ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, രണ്ട് ശുഹദാക്കളാണ്. അതെ, ഉമർ റളിയല്ലാഹു അൻഹുവും ഷഹീദായിട്ടാണ് മരണപ്പെട്ടത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും ഷഹീദായി കൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ പരീക്ഷണങ്ങൾ പുത്തരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പുത്തരിയല്ല. കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെയുമുള്ള പ്രയാസങ്ങളും ആരോപണങ്ങളും പ്രതിസന്ധികളും ഇസ്ലാമിക ചരിത്രത്തിലെ ഏത് കാലഘട്ടങ്ങളിലും നടന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. വലിയ 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 മഹാന്മാരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ, അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസപ്പെടുത്തലുകൾക്കും ഇരയായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ സാന്ദർഭികമായി നമ്മുടെ മനസ്സിൽ കയറി വറിയേണ്ടുന്ന ഏറ്റവും വലിയ ചരിത്രങ്ങളാണ് പ്രിയമുള്ളവരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന ഈ രണ്ട് രക്തസാക്ഷിത്വത്തെ കൂടി ഉഹദ് മലയുടെ മുകളിൽ വെച്ച് പ്രവചിച്ച അനുഭവമാണ് സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസിൽ നിന്ന്, സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനിയും സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന അത്ഭുതകരമായ മറ്റൊരു സംഭവം, ഭക്ഷണം വർദ്ധിക്കുകയാണ്. ഉള്ള ഭക്ഷണം, കുറച്ചുള്ള ഭക്ഷണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മുഅ്സത്തിൽ നിങ്ങൾ കേട്ടു, അല്പമാത്രമുണ്ടായിരുന്ന വെള്ളപ്പാത്രത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈവിരലുകൾ മുക്കി വെച്ചപ്പോൾ അവിടുത്തെ ഇരുവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം നിർഗളിച്ചു പമ്പ് ചെയ്യപ്പെട്ടു. വെള്ളം ധാരാളമുണ്ടായി. ധാരാളക്കണക്കിന് ആളുകൾക്ക് കുടിക്കാനും വുദൂ ചെയ്യാനും അത് തികഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കി. സമാനമായ മറ്റൊരു സംഭവം നോക്കൂ. ഇവിടെ വർദ്ധിക്കുന്നത് വെള്ളമല്ല. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ലമ്മാ ഹുഫിറൽ ഖന്ദഖ്, ഖന്ദഖിന് കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കെ നബിയും സഹാബിമാരും കൂടെ ഖന്ദഖിന് വേണ്ടിയുള്ള ഖന്ദഖ് യുദ്ധത്തിൽ, ഖന്ദഖ് എന്ന് പറഞ്ഞാൽ തന്നെ കിടങ്ങാണ്, ശത്രുവിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശത്രുക്കൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനും സഹാബത്തിനും ഇടയിൽ വളരെ ദീർഘമായ നിലക്ക് ആഴമേറിയ കിടങ്ങ് കുഴിക്കുന്ന ഒരു പ്രത്യേകമായ തന്ത്രം പ്രയോഗിക്കപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ഖന്ദഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ യുദ്ധം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംഭവം പറയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ കിടങ്ങ് കുഴിക്കുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അല്ലാഹുവിന്റെ റസൂലിന് ഞങ്ങളൊക്കെയും മനസ്സിലാക്കി അവിടുത്തേക്ക് നല്ല വിശപ്പുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശപ്പ് ഞങ്ങൾ മനസ്സിലാക്കി. ഫൻകഫഅതു ഇലാ ഇംറാതി, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനപ്പോൾ ഉടനെ എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് തിരിച്ചു ചെന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഹൽ ഇൻദകി ശൈഉൻ, എന്തെങ്കിലും ഉണ്ടോ അവിടെ?
വല്ല ഭക്ഷണവും ഇവിടെ ഇരിപ്പുണ്ടോ? ഫഇന്നി റഅയ്തു റബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖമസൻ ശദീദാ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ വിശക്കുന്നുണ്ട്, കഠിനമായി അവിടുന്ന് വിശന്ന് പരവശനാകുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് വല്ലതുമുണ്ടോ എന്ന് ഭാര്യയോട് ചോദിച്ചു. ആ അവസരത്തിൽ അവർ ഒരു ചെറിയ തുകൽ പാത്രം എടുത്ത് ഭർത്താവിന്റെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതില് ഒരൽപ്പം ഗോതമ്പ് മാ പൊടിയുണ്ട്, സാൾമിൻ ഷഈർ, അൽപ്പം ഗോതമ്പിന്റെ അല്ലെങ്കിൽ ബാർലിയുടെ പൊടിയുണ്ട്, വലനാ ബുഹൈമത്തുൻ ദാജിനുൻ, നമുക്കിവിടെ വളർത്തുന്ന ഒരു ചെറിയ ആട്ടിൻകുട്ടിയുമുണ്ടല്ലോ, ഒരു ചെറിയ ആട്ടിൻകുട്ടിയുമുണ്ട്, ഒരൽപ്പം അതേ മാവ് കുഴക്കാൻ ആവശ്യമായ പൊടിയുമുണ്ട്. അവസരത്തിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്യുന്നു? ഫദബഹ്തുഹാ, ഞാൻ എന്ത് ചെയ്തു? ആട്ടിൻകുട്ടിയെ അറുത്ത് ശരിയാക്കി. വതഹനത്തിശ്ശഈർ, എന്റെ ഭാര്യ ആവശ്യമായ മാവ് തയ്യാറാക്കി. ففرغت إلى فراغي وقطعتها في برمتها ثم وليت إلى رسول الله صلى الله عليه وسلم. ഞാൻ എന്ത് ചെയ്തു? ആ മാവ് കുഴച്ചതും അതുപോലെ തന്നെ ഈ ഉള്ള മാംസം ചെറിയ ആട്ടിൻകുട്ടിയെ കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കിയത് അതും ഒരു കലത്തിൽ വെച്ച് പാകം ചെയ്യാൻ വേണ്ടി അടുപ്പത്തേക്ക് എടുത്തു വെച്ച് ثم وليت إلى رسول الله صلى الله عليه وسلم. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഭാര്യ പോകുന്ന പോക്കിൽ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ലാ തഫ്ലഹി ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബിമൻ മഅഹു, അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ളവരെയും കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വഷളാക്കരുത് കേട്ടോ. എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? അവരെ വിളിക്കണ്ടെന്നല്ല, ഒരുപാട് ആളുകൾ വന്നിട്ട് നമ്മളെ വീട്ടിൽ കൊടുക്കാനൊന്നും ഇല്ലാതായി പോകരുത്. ആളുകളെ വിളിക്കുമ്പോൾ നിങ്ങൾ കൺട്രോൾ വേണം. കുറഞ്ഞ സാധനമേ നമ്മളെ കയ്യിലുള്ളൂ. നിങ്ങൾക്കറിയാലോ അല്പം പൊടിയുള്ളത്, ഒരു ചെറിയ ആട്ടിൻകുട്ടിനെ നമ്മൾ അറുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിഥികളെ ഒന്നാകെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ വഷളാവരുതിട്ടാ എന്ന് ആര് പറയുകയാണ്? ഭാര്യ എന്നോട് പറഞ്ഞു. ആ അവസരത്തിൽ ഞാൻ എന്ത് ചെയ്തു? അത് കേട്ട് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ചു. എന്നിട്ട് ഞാൻ പ്രവാചകന്റെ കാതിൽ അടക്കം പറഞ്ഞു, സ്വകാര്യം പറഞ്ഞു. അതായത് ഒന്നാകെ പറഞ്ഞ എല്ലാവരും കൂടി വരുമ്പോ വീട്ടിലേക്ക് കൊടുക്കാനില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ കാതിൽ അടക്കം പറഞ്ഞു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദബഹനാ ബുഹൈമത്തൻ ലനാ, ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ ഞാൻ അറുത്തിട്ടുണ്ട്. വതഹന്നാ സാമിൻ ഷഈർ, ഒരൽപ്പം പൊടി ഞങ്ങൾ കുഴച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്, പൊടിയാക്കി വെച്ചിട്ടുണ്ട്. കാന ഇൻദനാ, അതാ ഞങ്ങളുടെ അടുക്കലുള്ളത്, ആ ഉള്ളത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫതആല അൻത വനഫറും മഅക്, നിങ്ങൾ വരി നബിയെ, കുറച്ച് ആൾക്കാരെയും കൂട്ടിക്കോളി, കുറച്ച് ആൾക്കാരെയും കൂട്ടി നിങ്ങൾ പുരയിൽ വരണം, നിങ്ങൾ വീട്ടിൽ വരണം. ആ അവസരത്തിൽ ഫസാഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, സന്തോഷത്തോടെ അല്ലാഹുവിന്റെ റസൂല് ഒച്ചയിട്ടുകൊണ്ട് പറഞ്ഞു, യാ അഹ്ലൽ ഖന്ദഖ്, ഓ ഖന്ദഖിന്റെ ആളുകളെ. 1000 ചില്ലാൻ ആൾക്കാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ അഹ്ലൽ ഖന്ദഖ്, ഖന്ദഖിന്റെ ആളുകളെ. ഇന്ന ജാബിറൻ ഖദ് സനഅ സൂറാ, ജാബിർ ഇതാ നമുക്ക് വേണ്ടി ഒരു വമ്പിച്ച സദ്യ ഒരുക്കിയിരിക്കുന്നു. സൂർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലുള്ള വേർഡല്ല എന്നാണ് ഇതിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് അല ഇമാം മുസ്ലിം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള സംഭവമാണ്. ശറഹ് മുസ്ലിമിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, സൂർ എന്നത് അറബി പദമല്ലാതെ പേർഷ്യൻ പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലറ ചില്ലറ ചില പദങ്ങളൊക്കെ പേർഷ്യൻ ഭാഷയിലും വശമുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ദേ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട്, ഫഹയ്യ ഹലാ ബിക്കും, വരി എല്ലാവരും പോവുക. എല്ലാവരും വിളിച്ചു. 1000-ലേറെ വരുന്ന ആളുകളുണ്ട്. വീട്ടിൽ വിളിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞയച്ചു. എന്ത്? ഒരു കാര്യമുണ്ട്. ലാ തുൻസിലന്ന ബുർമതകും വലാ തഖ്ബിസുന്ന അജീനകും ഹത്താ അജീഅ, ഞാൻ വരുന്നതിന്റെ മുമ്പ് കലം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കരുത്. ഇറച്ചിക്കലല്ലേ, ഇറച്ചി വെച്ച കലം അവിടെ തന്നെ ഇരിക്കട്ടെ, അത് അടുപ്പത്ത് തന്നെ ഇരിക്കട്ടെ, താഴെ ഇറക്കരുത്. മാവ് കുഴച്ച് റെഡി ഉണ്ടല്ലോ, ചപ്പാത്തി ചൂടാൻ റൊട്ടി ചൂടാൻ വരട്ടെ, അതിനും ഞാൻ വരണം, അവിടെ ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. ഫജിഉതു, അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വീട്ടിലേക്ക് എത്തി. ഉടനെ തന്നെ വജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ദുമുൻ നാസ്, ഒരുപാട് ജനങ്ങളെയും കൂട്ടി മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെ വരുന്നു. ഹത്താ ജിഅതു ഇംറഅതി, ഞാൻ എൻ്റെ ഭാര്യയുടെ സമീപത്തേക്ക് ചെന്നു. ഫഖാലത്, അവര് പറഞ്ഞു, ബിക വബിക,
ബിക വബിക, നിങ്ങൾ ചെയ്തു അല്ലേ, നിങ്ങൾ എന്താ ചെയ്തത്? അവരാകെ ബേജാറാകാൻ തുടങ്ങി. ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നത്, നിങ്ങൾ ചെയ്തു അല്ലേ, നിങ്ങൾ പ്രവർത്തിച്ചു അല്ലേ? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഖദ് ഫഅൽതു അല്ലദീ ഖുൽതി, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. വഷളാവൂല. ഞാൻ അള്ളാന്റെ റസൂലിന്റെ കാതിൽ അടക്കം പറഞ്ഞിട്ടുണ്ട് നമ്മളെ എന്താ ഉള്ളത്. ഞാൻ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടില്ല, എന്താ ഉള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാതിൽ ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് ഭാര്യയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഫഖറജതു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ കേറിയപ്പോ ഫഖറജതു ലഹു അജീന, അതേ ആ കുഴച്ച മാവ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. അതങ്ങോട്ട് എടുത്തു കൊടുത്തു. ഫബസഖ ഫീഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം തുപ്പുനീരെടുത്തിട്ട് അതിൽ പുരട്ടുകയാണ്. വബാറക, അതേ ആ ഭക്ഷണത്തിൽ ബറക്കത്ത് ചൊരിയാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നു. പിന്നീടതാ ഇറച്ചി വെച്ച കലമുള്ള ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. അതേ അതുപോലെ തന്നെ ആ ഇറച്ചിക്കലത്തിൽ ഇതേ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ട് അവിടുന്ന് ആ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, ഉദുൽ ഖാബിസതൻ, റൊട്ടി ഉണ്ടാക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഫൽതഖ്ബിസ് മഅക, നിന്റെ കൂടെ അവളും റൊട്ടി ഉണ്ടാക്കിക്കോട്ടെ. ഒറ്റക്കുണ്ടാക്കിയാൽ എത്തില്ല, ഒരാളെയും കൂടി സഹായത്തിന് വിളിച്ചോ. റൊട്ടി ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ റൊട്ടി ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോ ഓരോരുത്തരുടെയും പാത്രങ്ങളിലേക്ക് ഈ കലത്തിൽ നിന്ന് മാംസം ഇങ്ങനെ വിളമ്പിക്കൊടുത്തോളൂ. വലാ തുൻസിലൂഹാ, ആ കലം, തിളക്കുന്ന കലം അടുപ്പത്ത് നിന്ന് താഴെ വെക്കരുത്, അവിടെ തന്നെ വെച്ചുകൊണ്ട് വിളമ്പിക്കൊടുത്തോളൂ. വഹും അൽഫുൻ, 1000 ആളുണ്ടായിരുന്നു. 1000 ആളുകൾക്ക് വെച്ച് വിളമ്പുകയാണ്. അതേ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു സഹാബി, അനുഭവസ്ഥനായ സഹാബി പറയുന്നു, ഫൗഖ്സിമു ബില്ലാഹ്, അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, ലഖദ് അകലൂ, അതേ അവര് മുഴുവനും ഭക്ഷിച്ചു, എല്ലാ ആളുകളും ഭക്ഷിച്ചു. അവര് പിരിഞ്ഞു പോകുമ്പോഴും, ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്ന നേരത്തും, ഇന്ന ബുർമതനാ, ഞങ്ങളുടെ വീട്ടിൽ മാംസം വെച്ചിട്ടുള്ള ആ കലമുണ്ടല്ലോ, ലതഗിത്തു കമാഹിയ, അത് അടുപ്പത്തിരുന്ന് ഇപ്പോഴും തിളക്കുക തന്നെയാണ്, ഉള്ള മാംസം കുറഞ്ഞിട്ടില്ല. വഇന്ന അജീനനാ ലയുഖ്ബസു കമാ ഹുവ, ഇനിയും റൊട്ടി ഉണ്ടാക്കാൻ പാകത്തിലതാ മാവ് ഉള്ളത് ബാക്കി തന്നെ. അതേ ഒരുപാട് ആളുകൾക്ക്, 1000ഓളം വരുന്ന ആളുകൾക്ക് റൊട്ടി ചുട്ടിട്ടും മാവ് തീർന്നിട്ടില്ല. 1000ഓളം ആളുകൾക്ക് മാംസക്കറി വിളമ്പിയിട്ടും മാംസം കുറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈക്ക് നടന്ന അത്ഭുതകരമായ ഒരു മുഅ്ജിസത്തായിരുന്നു ഇത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന ഈ അത്ഭുതം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഏത് സമയത്തും വെള്ളമില്ലാത്ത നേരത്ത് വെള്ളം കൊടുക്കാൻ നബിതങ്ങൾക്ക് കഴിവുണ്ടെന്നാണോ? ഭക്ഷണമില്ലാത്ത നേരത്ത്, വിശക്കുന്ന നേരത്ത് ഭക്ഷണമുണ്ടാക്കാൻ അവിടത്തേക്ക് കഴിവുണ്ടെന്നാണോ വിചാരിക്കേണ്ടത്? മുഅ്ജിസത്തുകൾ എന്ന് പറഞ്ഞാൽ മുഴുവനും മനസ്സിലാക്കേണ്ടത് അത് അല്ലാഹുവിന്റെ കഴിവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിവല്ല, അവിടത്തേക്ക് വിട്ടുകൊടുത്ത ഒരു കഴിവല്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന നബിമാരുടെ കൈക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് അല്ലാഹു നടത്തുന്നു എന്നതല്ലാതെ മുഅ്ജിസത്തുകളും കറാമത്തുകളും ഒന്നും അതാരുടെ കൈക്കാണോ വെളിപ്പെടുന്നതെങ്കിൽ അവരുടെ കഴിവല്ല, അതല്ല അവരുടെ കഴിവായിരുന്നുവെങ്കിലോ ഈ അത്ഭുതത്തിന് കാരണഭൂതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പത്നി, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതേ അവര് പറഞ്ഞിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലെ ദാരിദ്ര്യം അവര് പറഞ്ഞു തന്നിട്ടില്ലേ? ഞങ്ങൾ അതാ ഒരു മാസം ചന്ദ്രപ്പിറവി ഞങ്ങൾ കാണുന്നു, അടുത്ത ചന്ദ്രപ്പിറവിയും ഞങ്ങൾ കണ്ടിരുന്നു. മാസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ പുക ഉയർന്നിട്ടില്ല. അതേ ഭക്ഷണം
പാകം ചെയ്യാനൊരു ഭക്ഷണവും ഹബീബിന്റെ വീട്ടിലില്ല. അതേ കാരക്കയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ടാണ് മാസങ്ങൾ ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്, ദാരിദ്ര്യം കൊണ്ടെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന നേരത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന മുഅ്സത്ത് എന്ന കഴിവ്, ആ കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന നേരത്ത്, അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്തിലും സന്ദർഭത്തിലും സ്ഥലത്തും അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യം അവരുദ്ദേശിക്കുന്നവരിലൂടെ റബ്ബ് നിർവഹിക്കുന്നു എന്നതല്ലാതെ ഇത് നബിമാരുടെ കഴിവല്ല, അവരുടെ പ്രത്യേകമായി അവർക്കല്ല വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കഴിവുമല്ല. മാത്രല്ല നമ്മൾ മനസ്സിലാക്കണം, പല തെറ്റിദ്ധാരണകളുള്ള വിഷയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഒരു അത്ഭുതകരങ്ങളായ കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായ സ്വഹാബിമാര് എത്ര സമയത്ത് അവർ വിശന്നിട്ടുണ്ട്, എത്ര സമയത്ത് അവർക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. വിശന്നപ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് ആളുകൾക്ക് ഖന്തക്കിന്റെ ദിവസം 1000-ഓളം വരുന്ന ആളുകൾക്ക് ഭക്ഷണം വർദ്ധിപ്പിച്ച അമാനുഷികമായ സംഭവം അങ്ങിൽ നിന്നല്ലേ ഉണ്ടായത്, ഞങ്ങൾക്ക് ഭക്ഷണം തരണേ നബിയേ എന്നൊരൊറ്റ സഹാബിയും തേടിയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം എത്രയോ കഷ്ടപ്പാടുകൾ സഹാബിമാർക്കുണ്ടായിട്ടില്ലേ. വഫാത്തിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുകൾ പോയിട്ട് നബിയേ വിശക്കുന്നു, നബിയേ ഭക്ഷണം തരണേന്ന് ഒരു സഹാബിയും വിളിച്ചു തേടിയിട്ടില്ല. അവർക്കൊക്കെ അറിയാം നബി തങ്ങളുടെ കൈക്കിതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ മുഅ്സത്തൊന്നും കറാമത്തൊന്നും ഒക്കെ പറയുന്നത് അല്ലാഹ് വിട്ടുകൊടുക്കുന്ന കഴിവോ അതിൽ നിന്ന് ചോദിക്കാനുള്ള നിർദ്ദേശമോ നമുക്കില്ല. ഇതാണ് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന അത്ഭുതകരമായ ഈ സംഭവം, അതോടൊപ്പം തന്നെ അതാ കാരക്ക വർദ്ധിച്ച ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട്. കാരക്ക വർദ്ധിച്ച ഒരു സംഭവം ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നു. അതേ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്റെ ബാപ്പ അബ്ദുള്ള മരണപ്പെട്ടു. വഹദിൽ ഷഹീദായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ബാപ്പ മരിക്കുമ്പോ മഹാനവറുകളുടെ പേരിൽ കുറെ കടമുണ്ടായിരുന്നു. മകനാണല്ലോ വീട്ടേണ്ടത്. ഞാൻ ആ സമയത്ത് കടക്കാരി വന്നുകൊണ്ട് എന്റെ ബാപ്പയുടെ കടം തരണം, വീട്ടണം എന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് കടക്കാരോട്, നബിയേ ഒരല്പമൊന്ന് സമയം വിട്ടുവീഴ്ച ചെയ്തു തരണമെന്നോ, അതല്ലെങ്കിൽ എന്റെ ബാപ്പ അവർക്ക് കൊടുത്തു തീർക്കാനുള്ള കടത്തില്ലെന്ന് വല്ലതും ഇളവ് ചെയ്യാൻ നബിയെ നിങ്ങളൊന്ന് ശുപാർശ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഞാൻ പോയിട്ട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലതാ കടക്കാരായ ആളുകളെ ഒക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കടത്തിൽ നിന്ന് ഇളവ് ചെയ്തു കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കി. പക്ഷേ ഫലം യഫ്അലൂ, ആരും ഇളവ് കൊടുക്കുന്നില്ല, ആരും ഇളവ് കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ ഫഖാല ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ജാബിറേ ഇദ്ഹബ്, പോയിക്കോ വീട്ടിലേക്ക് പോയിക്കോ ജാബിറേ, ഫസന്നിഫ് തംറക സുനാഫാ, നിന്റെ കയ്യിലുള്ള ഈത്തപ്പഴങ്ങൾ ഏതൊക്കെയാണെങ്കിൽ, ഉള്ള കാരക്കകൾ ഏതൊക്കെയാണെങ്കിൽ ഒന്ന് തരം തിരിക്ക്, ഉള്ള കാരക്കകൾ ഒന്ന് തരം തിരിച്ചു കൊണ്ടുവെക്ക്. അൽ അജ്വാ ലാഹിദ, മദീനയിലെ സുപ്രസിദ്ധമായ അജ്വാ കാരക്ക, അതങ്ങ് വേറെ വെക്ക്. അതുപോലെ തന്നെ താരം താഴ്ന്നിട്ടുള്ള, അതിന് അത്രയൊന്നും മെച്ചമില്ലാത്ത കാരക്കയുണ്ടെങ്കിൽ അതും വേറെ വെക്ക്. സുമ്മാർസില്ലിലൈ, പിന്നെ എന്റെ അടുത്തേക്ക് അത് നീ കൊണ്ടുവാ, അതിന് കൊടുത്തയക്കും. ഞാൻ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എന്റെ കയ്യിൽ വീട്ടിലുള്ള അല്പം കാരക്കയാണ്, അതുകൊണ്ട് കടക്കാരുടെ കടം വീടൂല. അവർക്ക് അളന്നു കൊടുക്കാനും തൂക്കി കൊടുക്കാനും മാത്രമുള്ള കാരക്കയില്ല. ഉള്ള കാരക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ഞാൻ തരം തിരിച്ച് കീശയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഞാൻ കൊടുത്തയച്ചപ്പോൾ ഫജലസ ലാ ഇലാഹ ഫീ വസതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് അവിടെ എത്തിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അത് ചൊരിഞ്ഞു. വേറെ അല്ലാഹുവിന്റെ റസൂൽ, റിപ്പോർട്ടർ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകിൽ അതിന്റെ മുകളിലിരുന്നു, അല്ലെങ്കിൽ നടുക്കേണ്ടിയിരുന്നു. അതിന്റെ നടുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. സുമ്മ ഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, ജാബിറേ കിൽ ലിൽ ഖൗം, ആർക്കൊക്കെയാ കടക്കാർ എല്ലാവർക്കും അളന്നു കൊടുത്തു, എല്ലാവർക്കും കൊടുക്കും. കുറച്ച് കാരക്ക എല്ലാവർക്കും അളന്നു കൊടുക്കൂ. ഫകിൽതുഹും, ഞാനിങ്ങനെ അളന്നു കൊടുക്കാൻ തുടങ്ങി.
എന്റെ ബാപ്പ കൊടുത്തു തീർക്കാനുള്ള കടം ചോദിച്ചു വന്ന ഒരുത്തനെയും മടക്കാതെ മുഴുവനും ഞാൻ ഇങ്ങനെ അളന്നു കൊടുത്തുകൊണ്ടിരുന്നു. ഓരോരുത്തർക്കും എത്രയാണോ അവര് പറയുന്നതെങ്കിൽ അത് മുഴുവനും ഞാൻ അങ്ങ് പൂർത്തിയാക്കി അളന്നു കൊടുക്കുന്നു. അളന്നു കൊടുത്തു കഴിഞ്ഞപ്പോഴും എന്റെ കയ്യിലുള്ള കാരക്ക അത് ബാക്കി തന്നെ. അല്പം പോലും അതിൽ നിന്ന് കമ്മി വന്നിട്ടില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിന്റെ പ്രത്യേകമായ അനുമതി നിർദ്ദേശം ചെയ്യുന്നു, കാരക്ക വർദ്ധിക്കുന്നു. എന്നാൽ ഇതെപ്പോഴും അവിടുത്തെ ഒരു കഴിവാണോ? നേരത്തെ പറഞ്ഞതുപോലെ അല്ല. നമ്മൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. പറയുകയാണെങ്കിൽ എമ്പാടുമുണ്ട്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ അതാ ശബ്ദിച്ചവർക്ക് ദുനിയാവിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അവരുടെ ജീവൻ പോയത് നല്ല നിലക്കല്ല എന്ന് പറഞ്ഞില്ലേ? അതേ അത്ഭുതകരമായ മറ്റൊരു കാര്യം നോക്കൂ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് മുസ്ലിമായി കൊണ്ടൊരാൾ കയറി വന്നു. അയാൾ നസറാനിയായിരുന്നു, പിന്നീട് അയാൾ മുസ്ലിമായതാണ്. ക്രിസ്ത്യനായിരുന്നു, മുസ്ലിമായി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖുർആൻ കേൾക്കാൻ തുടങ്ങി. അൽ ബഖറ സൂറത്ത് അയാൾ കേട്ടുപഠിച്ചു, ആലി ഇംറാൻ കേട്ടുപഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇദ്ദേഹത്തോട് നല്ല മതിപ്പ് തോന്നിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഖുർആനികമായ സൂറത്തുകളും വഹീകളും ഒക്കെ എഴുതി വെക്കാൻ എഴുത്ത് നല്ല വശമുള്ള ഈ നസറായി മുസ്ലിമിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇയാൾ റസൂലുള്ളാഹിന്റെ എഴുത്തുകാരനായിട്ട് ഇങ്ങനെ കഴിയുമ്പോ, ആയത്തിറങ്ങുമ്പോ സൂറത്തിറങ്ങുമ്പോ ഒക്കെ എഴുത്തുകാരനായിട്ട് മുസ്ലിമായി ജീവിച്ചിരുന്ന മനുഷ്യൻ ഹിദായത്ത് എപ്പോഴാ നഷ്ടപ്പെടാൻ അറിഞ്ഞൂടാ. ഈ ചരിത്രം നമുക്കൊരു പാഠമാണ്. ആരും വിചാരിക്കേണ്ട ഏതവസരത്തിലാ ഈമാൻ പോയി പോകുന്നത്, എപ്പോഴാ കാഫിറാകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങുന്ന ഖുർആനിക ആയത്തുകൾ എഴുതി വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ സന്തര സഹചാരിയായി ജീവിച്ച മനുഷ്യനതാ ഒരിക്കലതാ ഇയാള് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇയാളാണ് മുർത്തദ്ദായി, നസ്രാനിയായി പോവുകയാണ്. മാത്രല്ല നസ്രാനിയായി മാത്രമല്ല, നാട്ടിലൊട്ടാകെ ഇയാൾ വിളിച്ചു പറയാൻ തുടങ്ങി, മായദിരി മുഹമ്മദുൻ ഇല്ലാ മാ കതബതു ലഹു. മുഹമ്മദിന് എന്താ അറിവാ ഉള്ളത്? ഞാൻ എഴുതി കൊടുത്തത് വായിക്കാനല്ലാതെ, ഞാൻ എഴുതി കൊടുക്കുന്നത് പറയുക എന്നതല്ലാതെ മുഹമ്മദിന് ഒന്നും അറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തെ ഹനിച്ചുകൊണ്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. അതേ അവന്റെ മരണം, അവൻ മരണപ്പെട്ടു. അല്ലാഹു അവനെ മരിപ്പിച്ചു കളഞ്ഞു. അതെ, അവനും അവന്റെ നസറാനി സഹോദരങ്ങളും ഒക്കെ കൂടി ഫദഫനൂഹു, അവനെ കൊണ്ടുപോയി കബറടക്കുകയാണ്, കുഴിച്ചു മൂടുകയാണ്. പിറ്റേന്ന് നോക്കുമ്പോൾ ഭൂമി അതാ അവനെ പുറന്തള്ളിയിരിക്കുന്നു. ഖബറിൽ നിന്ന് മയ്യത്ത് പുറത്താണ് കിടക്കുന്നത്. ഫഖാലൂ, അവര് പറഞ്ഞു, ഹാദാ ഫിഉലു മുഹമ്മദിൻ വ സ്വഹാബിഹി, ഇത് മുഹമ്മദിന്റെയും അവന്റെ ആളുകളുടെയും പണിയാണ്. മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് ഇവൻ പുറത്തു പോയതിന്റെ ദേഷ്യം തീർത്തതുകൊണ്ട് അവര് നമ്മുടെ സഹോദരന്റെ ഖബർ മാന്തി പുറത്തിട്ട ാണ്. അതുകൊണ്ടതാ ആഴമേറിയ കുഴി കുഴിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് മൂടാം. അവര് പിറ്റേന്നതാ നല്ല നിലക്ക് വലിയ ആഴമുള്ള കുഴി കുത്തിയിട്ട് വീണ്ടും അദ്ദേഹത്തെ അതിൽ കുഴിച്ചു മൂടുന്നു. പിറ്റേന്ന് വന്നു നോക്കുമ്പോഴും ഭൂമി അതാ പുറത്തേക്ക് തള്ളുന്നു. ഇയാളെ ബോഡി ഭൂമി സ്വീകരിക്കണില്ല, ഇയാളുടെ ഡെഡ് ബോഡി ഭൂമി പോലും സ്വീകരിക്കുന്നില്ല. അതേ, രണ്ടാമതും ഇവർ ഈ പണി തന്നെ ചെയ്യുന്നു, മൂന്നാമതും ചെയ്യുന്നു. പക്ഷേ ഖബറിൽ നിന്ന് പുറത്തേക്ക് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ആക്ഷേപാസ്യം പറഞ്ഞിട്ടുള്ള ഈ ശത്രുവിന്റെ ശവശരീരം, മൃതശരീരം ഭൂമി പോലും സ്വീകരിക്കുന്നില്ല. കഴിവിന്റെ പരമാവധി അവർ പിന്നെയും വലിയ കുഴി കുത്തിയിട്ട് അടക്കി നോക്കി. അതേ, ഭൂമി പിന്നെയും തട്ടുകയാണ്. അവർക്ക് പിന്നെ മനസ്സിലായി, അവസാനം അതും പറഞ്ഞിട്ട് അവർ ആ ബോഡി അവിടെ തന്നെ ഇട്ടുപോവുകയാണ്. ഇതൊരു മനുഷ്യനല്ല, ഇയാളൊരു മനുഷ്യനല്ല, നമുക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞവർ ഇട്ടു പോവുകയാണ്. സഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്. നമ്മൾ മനസ്സിലാക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആക്ഷേപിച്ചവർ, പ്രയാസപ്പെടുത്തിയവർ,
പല നിലക്കും അനുഭവിച്ച ചരിത്രങ്ങൾ മുമ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ദൃശ്യ മഹത്വങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്, പഠിക്കുന്നത്, അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അവിടുത്തോടുള്ള മഹബത്ത് നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ച് അവിടുന്ന് കാണിച്ചിരുന്ന വെളിച്ചം ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആ ഒരു രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ അവിടുത്തെ മഹത്വങ്ങളെ കേവലം കേട്ട് പഠിക്കാൻ മാത്രമല്ല, കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും നമ്മുടെ മക്കളിലേക്ക് അത് കൈമാറുകയും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുകയും അവിടുന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള മഹനീയമായ ആദർശത്തിന്റെ പ്രചാരകരും പ്രബോധകരുമായി കൊണ്ട് നാം എല്ലാം മാറുകയും ചെയ്യണം. അങ്ങനെ അവിടുത്തോട് സ്നേഹം പ്രകടിപ്പിച്ച് അല്ലാഹുവിന്റെ സ്നേഹം കിട്ടുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. സർവശക്തൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.